إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. നമ്മൾ ഇത്രയാണ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. എന്താണ് വദ്ദുഹ? ളുഹ തന്നെയാണ് സത്യം. ളുഹ, അള്ളാഹു ളുഹയെ കൊണ്ട് ളുഹ സമയത്തെ സംബന്ധിച്ച് സമയത്ത് നിർത്തി അള്ളാഹു സത്യം ചെയ്യുകയാണ്. പിന്നെയോ വല്ലൈലി ഇദാ സജ, രാത്രി തന്നെയാണ് സത്യം. അത് ശാന്തമാകുമ്പോൾ, അല്ലെങ്കിൽ ഇസ്തദ്ദ ളലാമുഹുന, അത് നീണ്ടു നിന്ന ഇരുട്ട്, ആ ഇരുട്ടുള്ള രാത്രി തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖല, നബിയെ നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. മാ തറക്കക, അഥവാ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ വമാ ഖല, താങ്കളോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല. താങ്കളോട് ഒരിക്കലും അല്ലാഹു കോപിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചു, ഈ കുറഞ്ഞ ദിവസം വഹി വരാതായപ്പോൾ വ്യത്യസ്ത റിവായത്തുകളുണ്ട്. അതിലൊന്ന് മുശ്രിക്കുകൾ പറഞ്ഞു എന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എന്നുണ്ട്, എന്താണ്, നിന്റെ ശൈത്താൻ നിന്നെ ഉപേക്ഷിച്ചു അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനില്ല, അല്ലാഹു എന്ത് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ വാദം എന്തായിരുന്നു? അവരുടെ വാദം ഉണ്ട്, ഇത് ശിഅറാണ്, കവിതയാണ്, സിഹറാണ്, മാരണമാണ്. അതുപോലെ ഈ ജാതി പല വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും അവർ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വിജയിച്ചില്ല. ആ കൂട്ടത്തിലൊന്നാണത് ശൈത്താൻ്റെ അടുത്ത് നിന്നുള്ളതാന്നുള്ളൊരു വാദവും. ഈ പറഞ്ഞതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ, അവളാണ് ഇത് പറഞ്ഞത്. അപ്പം അല്ലാഹു പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല, താങ്കളുടെ റബ്ബ് താങ്കളെ വിട്ടുകളഞ്ഞിട്ടില്ല, വെടിഞ്ഞിട്ടില്ല, അതുപോലെ താങ്കളോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, നിശ്ചയമായും പരലോകം നബി, അത് താങ്കൾക്ക് ആദ്യ ലോകത്തെക്കാളും ഉത്തമമാകുന്നു. അത് നബിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർള, വഴിയെ നിന്റെ റബ്ബ് തീർച്ചയായും താങ്കൾക്ക് തരികയും ചെയ്യും, അപ്പോൾ താങ്കൾ തൃപ്തനാകും. അതായത് ദുനിയാവിലും ആഖിറത്തിലും താങ്കൾക്ക് ധാരാളം നിഅമത്തുകൾ കൊണ്ട് താങ്കൾ അള്ളാഹു എന്ത് ചെയ്യും, അനുഗ്രഹിക്കും. ഒന്നാമത്തെ നിഅമത്ത് എന്താണ്? അള്ളാഹിൻ്റെ റസൂലിന് ഹിദായത്ത് കിട്ടി, അഥവാ നബൂവത്ത്. പിന്നെ റിസാലത്ത്, അതുപോലെ ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് നിഅമത്തുകൾ. അതുപോലെ മഖാമ മഹ്മൂദ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ, അഥവാ ശഫാഅത്തുൽ കുബ്ര. അതുപോലെ അതല്ലാത്ത ശഫാഅത്തുകളും. അതുപോലെ ഹൗലുൽ കൗസറിൻ്റെ ഉടമയാണ്. എല്ലാ നബിമാർക്കും ഹൗലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൗലാണ് അൽ ഹൗലുൽ കൗസർ. അതുപോലെ ആദ്യം സ്വർഗത്തിൽ കടക്കുന്നവരാണ് അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ധാരാളക്കണക്കിന് നിഅമത്തുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ എന്ത് ചെയ്തിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. ഫതറല്ല, അപ്പോൾ താങ്കൾ എന്ത് ചെയ്യും, തൃപ്തിപ്പെടുന്നതാണെന്ന്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നബിക്ക് ചെയ്തു കൊടുത്ത നിഅമത്തുകൾ അല്ലാഹു ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ. അലം യജ്ദക യതീമാ ഫആവ, അലം യജ്ദക, യജിദ് ദാലിന് എന്താണ്, സുക്കൂനാണ്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം. യജ്ദക യതീമൻ ഫആവന, ഖിറാഅത്ത് എങ്ങനെയാണ്? അവിടെ ഇഖ്ഫാ ആണ്. യതീമാ ഫആവ, യതീമൻ എന്ന് പറയരുത്, അപ്പോൾ ഇദ്ഹാറാവും. യതീമവ്വ അല്ലെങ്കിൽ യതീമംഫ അങ്ങനെയും പറയരുത്. ഇഖ്ഫാ ആണ്, അവ്യക്തമായിട്ടാണ്. അലം യജ്ദക യതീമാ ഫആവ, അലം യജ്ദക എന്താണ്, നിന്നെ താങ്കളെ അവൻ കണ്ടെത്തി. എങ്ങനെ? യതീമൻ, യതീമായിട്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തെ അള്ളാഹു യതീമായിട്ട് കണ്ടെത്തി. ഫആവ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ റസൂലിന് അഭയം നൽകുകയും ചെയ്തു. ഇത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്താണ്?
ഇതിൻ്റെ തഫ്സീറുകളൊക്കെ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ ഉപ്പ മരിച്ചു അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിന് ഉപ്പല്ല. അപ്പോൾ ഉപ്പല്ലാത്ത പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്കാണ് എന്ത് പറയുക? യത്തീം എന്നറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ചിലർ പറയും വന്നിട്ട് യത്തീം കുട്ടികളെ കല്യാണമാണ്, പെൺകുട്ടികളാണെന്ന്. യത്തീം കുട്ടികളെ കല്യാണം ഉണ്ടാവില്ല. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ യത്തീമില്ല. പ്രായപൂർത്തിയാകുന്നത് വരെ ഉള്ള ആ പ്രായത്തിൽ ആൺകുട്ടികൾക്കാണ് യത്തീം എന്ന് പറയുക, പെൺകുട്ടിക്ക് പറയില്ല. ശരിക്കും ശ്രദ്ധിക്കണം. വാപ്പ മരിച്ച ആൺകുട്ടികൾക്കാണത് പറയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിൽ തന്നെ ആര് മരിച്ചു? അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചു. 6 വയസ്സായപ്പോൾ എന്തായി? ഉമ്മ മരിച്ചു. പൂർണ്ണമായും അനാഥനായി, ആരുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയാണ്, ഫആവാ, താങ്കൾക്ക് എന്ത് ചെയ്തു? അള്ളാഹ് അഭയം നൽകി. ആരിലൂടെയൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം നൽകുന്നത്? ആദ്യം വല്ലിപ്പ അബ്ദുൽ മുത്തലിബ്, പിന്നെയോ അബൂ ത്വാലിബ് എളാപ്പ. ഏകദേശം അബൂ ത്വാലിബിൻ്റെ മരണം വരെയും അദ്ദേഹത്തിൻ്റെ സഹായം ആർക്കുണ്ടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ, സംരക്ഷിക്കാനായി ഓരോരോ സബബുകൾ അള്ളാഹു വെക്കാൻ. പിന്നെ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അതിനുശേഷം പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയി. ആ ഹിജറ പോയിടത്തും അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാനും സഹകരിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ആരുണ്ട്? സ്വഹാബത്തുണ്ട്. ഒരു വശത്ത് മുഹാജിറുകൾ, മറുവശത്ത് അൻസാറുകൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയം വരെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ അവരുണ്ട്. എല്ലാ നിലക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയവും ആശ്രയവും സമാധാനവുമായി ആരുണ്ട്? സ്വഹാബികളുണ്ട്. എല്ലാ നിലക്കും അള്ളാഹ് എന്ത് ചെയ്യണം? നബിയെ ഏറ്റെടുക്കാൻ. അവിടെ ആലോചിക്കുക, 63 കൊല്ലെത്തുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഓരോ രംഗങ്ങളും പരിശോധിച്ചാൽ വലിയ ചരിത്രമാണ്. 63 കൊല്ലം, അതിൽ നുബുവത്തുള്ള ഈ റിസാലത്തുമുള്ള 23 കൊല്ലം. അതിനു മുമ്പും ശേഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര സന്ദർഭത്തിൽ സഹാബികളൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ കാണാം. നബിക്ക് കാവൽ നിന്ന, നബിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാതിരുന്ന, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഇഷ്ടപ്പെടാതിരുന്ന, ഏതുവരെ ഒരാളെ പിടിച്ച് കെട്ടിയിട്ട് സഹാബിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് നബിയെ കൊണ്ടുവരികയും അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഷഹീദായിട്ടാണ് അദ്ദേഹം മരിക്കണത് അല്ലേ? ഫലസ്തു ഉബാലി ഹീന ഉഖ്താലു മുസ്ലിമൻ അല അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. അദ്ദേഹം ആ സന്ദർഭത്തിൽ പാടുന്നൊരു പാട്ട് കൂടിയാണത്. മുസ്ലിമായി വധിക്കപ്പെടുമ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് നുറുക്കപ്പെടുന്ന ഓരോ കഷ്ണത്തിലും അള്ളാഹു ബറക്കത്ത് ചൊരിയുക തന്നെ ചെയ്യും. എന്താണ് ഷഹീദായി മരിക്കാനുള്ള ഒരു ഗുണം? അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അദ്ദേഹം അവിടെയും പറഞ്ഞെന്താ? ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ നബിയെ ആ വീട്ടിലാണെങ്കിൽ പോലും ഒരു മുള്ളു കുത്തുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്രത്തോളം സ്നേഹിച്ചു സ്വഹാബത്ത്, നബി ആദരിച്ചു സ്വഹാബത്ത്, നബിക്ക് വേണ്ടി കാവൽ നിന്നു സ്വഹാബത്ത്. അബൂ ദുജാനയുടെ സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഉഹുദിലൊക്കെ നബിയെ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് എത്തി നോക്കരുത്, ഈ ശരീരത്തിൻ്റെ പുറകിൽ ഇങ്ങനെ നബി നിർത്തുകയാണ്. എത്ര വെട്ടുകളും എത്ര അമ്പയും, ശരീരം മൊത്തം മുറിവ് പറ്റിയ സഹാബികളുടെ സംഭവങ്ങളുണ്ട്. നബിക്കൊരു പോറൽ പോലും ഏൽക്കരുതെന്നാണ്. നബി മരിച്ചു എന്ന കിംവദന്തി പറഞ്ഞപ്പോൾ അനസ് ഇബ്നു നളർ റളിയല്ലാഹു തആല അൻഹു ഉഹുദിൽ നബി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരുന്നിടത്തുനിന്ന് എണീറ്റിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്നറിയോ? അള്ളാഹിൻ്റെ റസൂലില്ലാത്ത ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് എന്താണ്? എണീക്കാൻ പറയാണ്. ഉഹുദ് തിരിച്ചു പിടിക്കണത് അങ്ങനെയാണ്. സ്വഹാബികളുടെ ആ ഒരു ആത്മവിശ്വാസമൊക്കെ സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബിയുടെ കൂടെ എല്ലാ സന്ദർഭത്തിലും ആരുണ്ട്? അല്ലെങ്കിൽ എപ്പോഴും അള്ളാഹിൻ്റെ റസൂലിന് സഹായിയായി സഹകരിച്ച് അവർ സഹാബത്തിന് അള്ളാഹ് കൊണ്ടുവരാൻ. അപ്പോൾ നബിയുടെ ഒരു പാറയുടെ താഴ്ത്തിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പാറക്കഷ്ണം ഉരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു ജൂതൻ. നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്. അപ്പോഴും ആര് സഹായിച്ചു? അള്ളാഹ് സപ്പോർട്ട് ചെയ്തു. ഒരു പെണ്ണ് വിഷം കലക്കി കൊടുത്തു മാംസത്തില്, എന്നിട്ടും ആര് സപ്പോർട്ട് ചെയ്തു? ആര് സഹായിച്ചു? അള്ളാഹ് സഹായിച്ചു. ഒരുപാട് സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പൂർണ്ണമായ സംരക്ഷണം താങ്കൾക്ക് നൽകിയില്ലെന്ന് തഫ്സീറുകളിൽ വിശാലമായി കാണാം. ഞാൻ അതിൻ്റെ ഖുലാസ മാത്രം അവിടെ പറയണം. ഓരോ തഫ്സീറിലും വിശാലമായി വിശദീകരിക്കുന്നുണ്ട്. ഇനിയോ
ووجدك ضالا فهدى ووجدك ضالا فهدى വവജദക നിന്നെ അല്ലെങ്കിൽ താങ്കളെ അള്ളാഹു കണ്ടെത്തുകയും ചെയ്തു ളാല്ലൻ വഴി അറിയാത്തവനായിട്ട് ഫഹദ എന്നിട്ട് അവൻ താങ്കൾക്ക് വഴി കാട്ടി തന്നു അല്ലെങ്കിൽ മാർഗദർശനം നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ഒരുപാട് വിശദാംശങ്ങൾ വരുന്നുണ്ട്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിതെറ്റിപ്പോയതിനെ സംബന്ധിച്ച്, പിന്നെ അള്ളാഹ് വഴി കാണിച്ചു കൊടുത്തു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും തഫ്സീറുകളുണ്ട്. എന്നാൽ ശരിക്കും ഇതിൻ്റെ അഹ്ലുസുന്നയുടെ തഫ്സീറുകൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഫഹദാക ലിത്തൗഹീദി വന്നുബുവ്വ എന്നാണ്. താങ്കൾക്ക് തൗഹീദ് കൊണ്ടും നുബുവത്ത് കൊണ്ടും അള്ളാഹ് എന്ത് ചെയ്തു? ഹിദായത്ത് നൽകിയെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിലായിരുന്നു ജീവിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ അവിടെ എന്തില്ല, അവിടെ ഇരുട്ടായിരുന്നു, ലൊലാലത്തായിരുന്നു. ആ ലൊലാലത്തിനിടയിൽ, ഇരുട്ടിനിടയിൽ, ആ ശിർക്കിൻ്റെ കുഫറിൻ്റെ കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനുള്ള ഹിദായത്ത് നൽകി, നുബൂവത്ത് നൽകി, റിസാലത്ത് നൽകി. അങ്ങനെ അള്ളാഹ് എന്ത് ചെയ്തു? സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് മറ്റുള്ളവർ കൂടി നയിക്കുന്ന ഒരാളാക്കി, ഒരു വഴികാട്ടിയാക്കി. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. മുഹമ്മദ് നബിയുടെ 5 സിഫത്തുകളാണ്. അത്രത്തോളം ദറജ നൽകി അള്ളാഹു വളർത്തി, അള്ളാഹു ഉയർത്തി എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് ധാരാളക്കണക്കിന് തഫ്സീറുകൾ കാണാൻ പറ്റും. ചെറിയ നമ്മൾ പ്രാഥമികമായി പഠിക്കുന്ന ചില തഫ്സീറുകൾ കാണാം. വാല്ലൻ, വഴിയറിയാത്തവനായി താങ്കളെ കണ്ടു, അല്ലേ? അതിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം ലാ തദ്രി മൽ കിതാബു വലൽ ഈമാൻ. ലാ തദ്രി, താങ്കൾക്ക് എന്തെങ്കിലും അറിയില്ല. മൽ കിതാബ്, എന്താണ് കിതാബ് എന്നോ, വലൽ ഈമാൻ, എന്താണ് ഈമാൻ എന്നോ താങ്കൾക്ക് അറിയുമായിരുന്നില്ല. താങ്കൾ എവിടെയായിരുന്നു? ആ സമൂഹത്തിന്റെ കൂട്ടത്തിലായിരുന്നു. പക്ഷെ അവിടുന്ന് താങ്കൾക്ക് എന്ത് ചെയ്തു? അല്ലാഹ് ഫഹദ, ഹിദായത്ത് നൽകി. ഈമാനും കിതാബും ഒക്കെ അള്ളാഹു നൽകി. നോക്കൂ നിങ്ങൾ, ഇതിലേക്ക് സൂചന നൽകുന്ന അല്ലെങ്കിൽ ഈ വിഷയം പറയുന്ന വ്യത്യസ്ത ആയത്തുകൾ കാണാൻ സാധിക്കും. ഞാൻ ചിലത് മാത്രം ഓർമ്മപ്പെടുത്താം. 29-ാം അധ്യായം സൂറത്തു അൻകബൂത്ത്, അതിൻ്റെ 48-ാമത്തെ ആയത്ത്. അതിൽ കാണാം, ശരിക്കും നിങ്ങൾ അയച്ചങ്ങനെ തഫ്സീർ പോലത്തെ തഫ്സീർ തിന്നെടുത്താൽ തോന്നും. എന്താണ്? വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദൻ ലർതാബൽ മുബ്തിലൂൻ. ഇതിനു മുമ്പ് താങ്കൾ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ താങ്കളുടെ വലത് കൈകൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല. അപ്പം നബിക്ക് മുമ്പ് എന്തില്ല? ഒരു വേദഗ്രന്ഥം നബി പാരായണം ചെയ്തിട്ടില്ല, ഒരു പുസ്തകവും തൻ്റെ കൈകൊണ്ട് എഴുതിയിട്ടില്ല. പിന്നെ ആരാ നബി? ഉമ്മിയാണ്, എഴുത്തും വായന അറിയാത്ത നിരക്ഷരനാണ്. ആയത്തന്നെ നമുക്കറിയാലോ, അല്ലേ? ഉമ്മിയാണെന്നുള്ള ആയത്തന്നെ ഉണ്ട്. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു ഈ ഖുർആൻ മുഹമ്മദ് നബി കൊണ്ടുവന്നതാണ്, പൂർവ്വവേദങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്നൊക്കെ പറയാമായിരുന്നു. അള്ളാഹ് തന്നെ പറഞ്ഞുതരാണ്. പക്ഷെ അള്ളാഹിന്റെ റസൂലിന് എന്തറിയില്ല? എഴുത്തും അറിയില്ല, വായന അറിയില്ല. മുമ്പൊരു പുസ്തകം വായിച്ചിട്ടില്ല, കൈകൊണ്ടൊന്നിട്ട് എഴുതിയിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ഖുർആനിൽ നിങ്ങൾ സംശയിക്കുന്നു എന്ന ചോദ്യം? ഖുർആന്റെ മോചിതത്താണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് അള്ളാഹ് ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ ഉറവിടമായ അള്ളാഹുവിൻ്റെ കലാം കൃത്യമായി ഒരു സ്വഭാവമാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായി ഖുർആൻ പിന്നെ മാറാണ്. അത് മറ്റൊരു വിഷയമാണ്. നോക്കൂ, നമ്മൾ വീണ്ടും ഖുർആനിൽ കാണാം 42-ാം അധ്യായം. എഴുതി വെച്ചോളൂ, വീട്ടിൽ നിന്ന് പോയി പരിശോധിച്ചാലും മതി. 42-ാം അധ്യായം സൂറത്ത് ശൂറ, അതിൻ്റെ 52-ാമത്തെ ആയത്ത്. അവിടെ കാണാൻ തരുമോ? وَكَذَلِكَ أَوْحَيْنَا إِلَيْكَ رُوحًا مِّنْ أَمْرِنَا. നിങ്ങൾ ശ്രദ്ധിക്കണേ. മാ കുൻത തദ്രീ മൽ കിതാബ് വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാ
മൻ നശാഉ മിൻ ഇബാദിനാ وَإِنَّكَ لَتَهْدِي إِلَى صِرَاطٍ مُسْتَقِيمٍ. അപ്രകാരം തന്നെ താങ്കൾക്ക് നാം നമ്മുടെ കൽപ്പനയാൽ ഒരു ചൈതന്യവത്തായ സന്ദേശം വഹി ചെയ്തിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് മുഹമ്മദ് നബിക്ക് കിട്ടിയതാണ്. വേദഗ്രന്ഥമോ, ശരിക്കും ശ്രദ്ധിക്കണേ, വേദഗ്രന്ഥമോ കിതാബോ ഈമാനോ എന്തെന്ന് താങ്കൾക്കറിയുമായിരുന്നില്ല. ലാ തദ്രി മൽ കിതാബു വലൽ ഈമാൻ എന്ന് മുഫസ്സറുകൾ എടുത്തു കൊടുക്കുന്നത് ഇവിടുന്നാണ്. സുബ്ഹാനല്ലാഹ്, എനിക്കത് അറിയില്ല. പിന്നെ പക്ഷെ നാം അതിനൊരു പ്രകാശമാക്കിയിരിക്കുന്നു. അത് മുഖേന നമ്മുടെ ദാസന്മാരിൽ നിന്ന് എല്ലാവർക്കും എന്നല്ല, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം വഴി കാണിക്കുന്നു. അങ്ങനെ നമുക്ക് ഹിദായത്ത് കിട്ടി. അള്ളാഹു ഹിദായത്ത് നിലനിർത്തി തരുമാറാട്ടെ. നിങ്ങളാലോചിക്ക്, ഖുർആൻ ഉണ്ടായിട്ട്, അള്ളാഹിന്റെ റസൂല് മുന്നിലുണ്ട്, വിശുദ്ധ ഖുർആൻ ഉണ്ടായിട്ടും ബോധ്യപ്പെടാത്തവരും സ്വീകരിക്കാത്തവരും അന്നില്ലേ? ഇന്നുണ്ട്. ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ചിട്ടും അത് നേരെ മുറുകെ പിടിക്കാതെ ഹിദായത്തിൽ നിന്നും വഴിമാറിപ്പോകുന്നവർ ഇന്നുമില്ലേ? അങ്ങനെയല്ലേ ഒരു പടുജാഹില് ചോദിച്ചത്, എനിക്ക് സ്വർഗം വേണ്ടെന്ന് പറഞ്ഞപ്പെടുത്ത്. നിങ്ങളുണ്ടല്ലേ ഇത്? അതുകൊണ്ടുണ്ടാവും. എന്തുകൊണ്ടാ? ആൾക്കത് ഇന്ന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. അള്ളാഹു നമ്മളെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അപ്പൊ അള്ളാഹ് പറയണത്, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കണം അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്നാണ്. എന്നിട്ടോ തീർച്ചയായും നീ നേരായ പാതയിലേക്കാകുന്നു മാർഗദർശനം നൽകുന്നത്. വീണ്ടും കാണാം, ഒരായത്ത് കൂടി പരിചയപ്പെടുത്താം, കൂടുതൽ വിശദീകരിക്കുന്നില്ല. 28-ാം അധ്യായം സൂറത്തു ഖസസ്. സൂറത്തു ഖസസിൽ 86-ാമത്തെ ആയത്ത്. നമ്മുടെ നാട്ടിലൊരു വിഭാഗത്തിന് ഒരു വാദം ഉണ്ടായിരുന്നു, ഒരു ഇസ്ലാമിക്കാർക്ക്. മുഴുവൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓലെ വാദം എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വഹി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ഇപ്പൊ കിട്ടും എന്ന് വെച്ചിട്ട്. അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കണതും അത് വിശദീകരിക്കണ മുഫസ്സിരിങ്ങൾ പഠിപ്പിക്കണം എന്താ? നബിക്ക് ഖുർആനോ ഈമാനോ എന്താണെന്ന് അറിയായിരുന്നില്ല, അത് പ്രതീക്ഷിച്ചിട്ട് അള്ളാഹിന്റെ റസൂൽ ഇരുന്നിട്ടില്ല എന്നാണ്. പിന്നെ അള്ളാഹ് കൊടുത്തതാണ്, നബിയെ തെരഞ്ഞെടുത്തതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാണ്, ഇതിന് എന്തിനാന്ന് നിങ്ങള് മക്കയിലെ ത്വാഗൂത്തി ഭരണത്തെ അട്ടിമറിക്കാൻ. താഗൂത്ത് ഭരണേ, ഈ ഭരണം പിടിച്ചെടുക്കലും ഭരണം അട്ടിമറിക്കലും മാത്രം ഇവർക്ക് അജണ്ട. അവിടെ ആലോചിച്ച് നോക്കി, അള്ളാഹ് പഠിപ്പിക്കണത് താങ്കൾക്ക് ലാ തദ്രി മൽ കിതാബു വലൽ ഈമാൻ. അതിനെ വിശദീകരിക്കുന്നിടത്ത് തഫ്സീർ സഅദിയിലുണ്ട്, താങ്കൾ അത് ആശിച്ചവനല്ല, അത് ആഗ്രഹിച്ച് ജീവിച്ചവനായിരുന്നില്ല എന്നൊക്കെ കൃത്യമായിട്ട് മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇവിടെ 28-ാം അധ്യായം സൂറത്തു ഖസസിന്റെ 86-ൽ കാണാം ഈ വാദത്തെയൊക്കെ പൊളിക്കാൻ. എന്താ വാദം എന്നറിയോ? വമാ കുൻത തർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബ് ഇല്ലാ റഹ്മതൻ മിർ റബ്ബിക് ഫലാ തകൂനന്ന ളഹീറൻ ലിൽ കാഫിരീൻ. നബിയെ, താങ്കൾക്ക് കിതാബ് നൽകപ്പെടണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ല. അള്ളാഹ് വരെ ആഗ്രഹിച്ചിരുന്നില്ല. മറ്റൊരെന്താ പറയണത്? ത്വാഗൂത്തി ഭരണ തട്ടിമറിക്കാൻ വേണ്ടി ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിരുന്നിരുന്നു എന്ന്. എവിടെ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇസ്ലാമും വരും തമ്മിൽ എന്ത് ബന്ധമാണ്? പേരിൽ മാത്രമേ ഉള്ളൂ എന്ത് ഇസ്ലാം, അതും ഇസ്ലാമീന്നാണ്, ഇസ്ലാമെന്നല്ല. ഫഹിമുൽ കലാം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ശരി. എന്നിട്ട് പറയാണ് ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക്. പക്ഷെ എങ്ങനെ താങ്കൾക്ക് കിതാബ് കിട്ടിയത്? താങ്കൾ എങ്ങനെ നബിയായത്? ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിങ്കൽ നിന്നുള്ള കാരുണ്യത്താൽ. റഹ്മത്താണ് ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീന വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. ഖുർആനെ കുറിച്ച് പല ഭാഗത്ത് വിശദീകരിക്കണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ തന്നെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ റഹ്മത്താണ്, വിശുദ്ധ ഖുർആൻ റഹ്മത്താണ്. ആ റഹ്മത്ത് നബിക്ക് കിട്ടി. അങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള റഹ്മത്തിനാൽ റബ്ബ് കാരുണ്യമായിട്ട് നൽകിയതാണ്. നബി ആഗ്രഹിച്ചതല്ല, ചോദിച്ചതല്ല. കാരണം നബി ജീവിക്കണം അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ്. അവിടെയാണ്, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഹദ, താങ്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയും ചെയ്തു എന്ന്. അപ്പൊ എന്താ നമ്മൾ ഓതിയത്? വവജദക ളാല്ലൻ ഫഹദ.
താങ്കളെ അള്ളാഹു വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ട് താങ്കൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇമാം ബഗവി അദ്ദേഹത്തിന് തഫ്സീർ വിശദീകരിക്കുന്നത് കാണാം. قال الحسن والضحاك وابن كيسان ووجدك ضالا عن معالم النبوة وأحكام الشريعة غافلا عنها. എന്താ നുബുവത്തിനെ സംബന്ധിച്ചും ശർഈയായ ഹുക്കുമുകളെ സംബന്ധിച്ചും എന്താണ് അങ്ങൊന്ന് ഗഫലത്തിൽ, മൊത്തത്തിൽ അവർ അശ്രദ്ധരാണ്. ഫഹദാക ഇലൈഹ, അപ്പൊ താങ്കൾ അള്ളാഹു അതിലേക്ക് എന്ത് ചെയ്തു? ഹിദായത്തിലാക്കി. ആ നിയമങ്ങളിലേക്ക് അള്ളാഹു താങ്കളെ കൊണ്ടുവന്നു, അതിൻ്റെ ആളാക്കി, അതിൻ്റെ പ്രബോധകനാക്കി. വളരെ കൃത്യമായിട്ട് മുഫസ്സിറുകൾ വിശദീകരിക്കേണ്ട പല ഭാഗത്തായിട്ട്. നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം ഇതാണ് ഒട്ടുമിക്ക അഹ്ലുസുന്നയുടെ തഫ്സീറിലുമുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ ഷിയാബിൽ, അതായത് താഴ്വരയിൽ വെച്ച് അദ്ദേഹം വഴിയറിയാതെ പോയതും അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു വഴികാട്ടിയതുമായ സംഭവമൊക്കെയും മുഫസ്സിറുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിന് തെളിവായിട്ട് കൂടുതൽ ശരിയാകുന്നത് ഈ സംഭവമാണ്. അല്ലാഹു തആല അഅലം. ഇനിയോ വവജദക ആയിലൻ ഫഅഗ്ന, ووجدك عائلا فأغنى ووجدك എന്താണ്? നിന്നെ അള്ളാഹു കണ്ടെത്തുകയും ചെയ്തു. ആയിലൻ, ആയിലൻ എന്ന് പറഞ്ഞാൽ ഫഖീറൻ എന്നാണ് തഫ്സീർ. ഫഖീറൻ, ദരിദ്രനായി അള്ളാഹു നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഫഅഗ്ന, എന്നിട്ട് അവൻ താങ്കൾക്ക് എന്ത് ചെയ്തു? ധന്യത നൽകി, താങ്കളെ പര്യാപ്തനാക്കി തീർത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ദരിദ്രനായി കാണുകയും എന്നിട്ട് താങ്കൾക്ക് ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു. ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മആലിമു തൻസീൽ വിശദീകരിക്കുകയാണ്. ഐ ഫഖീറൻ ഫഅഗ്നാക ബിമാലി ഖദീജത സുമ്മ ബിൽ ഗനായിം. ഒരു തഫ്സീറാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദരിദ്രനായിരുന്നു, അള്ളാഹ് പിന്നീട് അദ്ദേഹത്തിന് സമ്പത്ത് നൽകി എന്നതിനെ വിശദീകരിക്കുമ്പോൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ ഇത് ഖദീജയുടെ സമ്പത്ത് കൊണ്ട് തങ്ങളെ ധന്യനാക്കി. സുമ്മ ബിൽ ഗനായിം, പിന്നെ ഗനീമത്ത് സ്വത്ത് കൊണ്ടും. ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ, 6 കാര്യങ്ങൾ കൊണ്ട് മറ്റ് നബിമാരെക്കാളും എനിക്ക് ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? എനിക്ക് ജവാമിഉൽ കലിമ നൽകി, അഥവാ ആശയ സമ്പന്നതയും ആശയ സമ്പുഷ്ടിയും നൽകി എൻ്റെ വാക്കുകൾക്ക്. അതുപോലെ എന്നെ സംബന്ധിച്ചുള്ള ഭയം മുഖേന ശത്രുക്കളുടെ മുന്നിൽ സഹായം നൽകപ്പെട്ടു. അങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ കാണാം എൻ്റെ ഗനീമത്ത് സ്വത്ത് എനിക്ക് അനുവദിക്കപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള സമുദായത്തിലെ നബിമാർക്കൊന്നും യുദ്ധം മുതൽ അനുവദിക്കപ്പെട്ടിരുന്നില്ല. ആ മുതൽ എന്ത് ചെയ്യുന്നു? ഒരു തീ വന്നിട്ട് അത് വിഴുങ്ങാറായിരുന്നു പതിവ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു എന്ത് ചെയ്തു? അത് അനുവദിച്ചു കൊടുത്തു, ഗനീമത്ത് സ്വത്ത്. അത് വീതം വെക്കുന്നിടത്തുണ്ടായിരുന്ന സംസാരങ്ങളും ചർച്ചകളൊക്കെ പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിലേക്ക് പോകല്ല. അപ്പൊ മുഹമ്മദ് നബി അള്ളാഹ് പ്രത്യേകമായി തെരഞ്ഞെടുത്തു. അള്ളാഹു നബിക്ക് ഐശ്വര്യം നൽകി, നിഅമത്തുകൾ നൽകി. ഫഅഗ്നാക, അങ്ങനെ താങ്കൾ അള്ളാഹു ധന്യനാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ശരിക്കും ഇവിടെ ധന്യത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ വലിയൊരു സമ്പത്തുള്ള ആളൊന്നും ആയിരുന്നില്ല. ആയിരുന്നോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്ര വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിന് സമ്പത്ത് കിട്ടിയതൊക്കെ നബി എന്താ ചെയ്തിരുന്നത്? ചോദിച്ചു വരുന്നവർക്കും അല്ലാത്തവർക്കും നബി നൽകാറായിരുന്നു പതിവ്. ഇൻഷാ അല്ലാഹ് ശേഷം വരുന്ന ആയത്ത് പറയുമ്പോൾ നമ്മളത് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സാമ്രാജ്യത്തിൻ്റെ അധിപൻ എന്നിട്ട് ജീവിക്കണത് എങ്ങനെയാണ്? പരമ ദരിദ്രനായിട്ട്. 3 മാസമൊക്കെ തുടർച്ചയായി അള്ളാഹുവിൻ്റെ റസൂല് പട്ടിണി കിടക്കാറുണ്ടായിരുന്നു, അല്ലേ? ആയിഷമ്മ പറയാണ് 3 ഹിലാല് ഞങ്ങൾ കാണാറുണ്ടെന്ന്. അപ്പൊ എന്താ കഴിക്കാനുള്ളത് ചോദിച്ചാൽ വലിയ ഭക്ഷണമൊന്നുമില്ല, ചെറിയ 2 സാധനം. എന്താ? ഒന്ന് പച്ചവെള്ളവും പിന്നെ കാരക്കയും. പിന്നെ ആരെങ്കിലും അയൽവാസികൾ, അൻസാറുകളായ അയൽവാസികൾ എപ്പോഴെങ്കിലും കറന്നു കൊണ്ടുവന്ന് കൊടുക്കുന്ന പാല്. അതിന് നബിക്ക് 9 കുടുംബമുണ്ട്, ഓരി വെക്കണം, അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി,
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല, നബിക്കൊരു കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞ വാക്കുകൾ പലപ്പോഴും മുഫസ്സിരിന് എടുത്ത് കൊടുക്കുന്ന എന്താ, ലൈസൽ ഗിന, ധന്യത, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അൻ കസറത്തിൽ അറബ്, വിഭവങ്ങളുടെ ആധിക്യമല്ല. കുറേ സൗകര്യങ്ങൾ, സമ്പത്ത്, കുറേ കൊട്ടാര സമാനമായ വീട്, കുറേ കാറ്, സൗകര്യങ്ങൾ, ഇതൊന്നുമല്ല ശരിക്കെന്ത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്, വലാകിന്നൽ ഗിന നഫ്സ്, അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. മനസ്സിൻ്റെ ഐശ്വര്യം, ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയുക, അത് അള്ളാഹിൻ്റെ റസൂല്. അങ്ങനെ പരിശോധിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ആരാ? സയ്യിദുനാ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലിനോളം വലിയ മുതലാളി ലോകത്തില്ല. കാരണം എത്രയും മനസ്സംതൃപ്തിയുള്ള ഒരാൾ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശാലമായി തഫ്സീറുകളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ 3 ആയത്ത് നമുക്കൊന്നുകൂടി ഓതി നോക്കാം. അലം യജ്ദക യതീമാ ഫആവാ വവജദക ضالًا ഫഹദാ ووجدك عائلا فأغناه. അലം യജിദ്ക യതീമൻ ഫആവ, എന്താ നമ്മൾ പറഞ്ഞത്? നിന്നെ അള്ളാഹു അനാഥനായി കാണുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? വവജദക ضالًا ഫഹദ, നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് വഴി നൽകുകയും അല്ലെങ്കിൽ ഹിദായത്ത്, മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതായത് തൗഹീദിലേക്കും നബൂവത്തിലേക്കും റിസാലത്തിലേക്കൊക്കെ അല്ലാഹ് താങ്കൾക്ക് ഹിദായത്ത് നൽകി. വവജദക ആയിലൻ, നിന്നവൻ ദരിദ്രനായി, ഫഖീറനാണ്, ദരിദ്രനായി കാണുകയും ഫഅഗ്ന, എന്നിട്ട് താങ്കൾക്ക് ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു. അത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് പിന്നെ അവസാന റസൂലിനോടുള്ള പറയാണ്, فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. فأما اليتيم فلا تقهرنا. فأما اليتيم فلا تقهر. എന്താണ് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ എന്ന് പറഞ്ഞാൽ? ഫഅമ്മ എന്നിരിക്കെ അപ്പോൾ, അൽ യതീമ അനാഥെ, ഫലാ തഖ്ഹർ. ഫലാ തഖ്ഹർ എന്ന് പറഞ്ഞാൽ ശരിക്ക് തഹ്ഖീർ എന്നാണ്, ലാ തഹ്ഖീർ എന്നാണ് അതിന് മാന. ലാ തഹ്ഖീർ എന്ന് പറഞ്ഞാൽ നിന്ദിക്കരുത് എന്നാണ്. നിന്ദിക്കുക, അതായത് എന്താ പറയുക, നമ്മൾ കീഴടക്കി വെക്കുക, അല്ലെങ്കിൽ വളരെ മോശമായുള്ള ഒരു ശൈലി ഉണ്ടല്ലോ, അതൊരിക്കലും പാടില്ല. ഒന്നുകൂടി വിശദീകരിച്ചാൽ ഇമാം ബഗവിയിൽ കാണാം തഫ്സീർ, ഫലാ തഖ്ഹർഹു അലാ മാലിഹി, യത്തീമിൻ്റെ ധനം നീ എന്ത് ചെയ്യരുത്, കീഴ്പ്പെടുത്തി വെക്കരുത്. യത്തീമിന് എപ്പോഴും ഒരു ശാരീരികവും മാനസികവുമായ ഒരു ഭദ്രത നൽകേണ്ടതുണ്ട്. സാധാരണഗതിയിൽ എന്താ, യത്തീമുണ്ടാവും ഒരു വീട്ടിൽ. ഇപ്പോൾ ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ജ്യേഷ്ഠൻ്റെ മക്കൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ അല്ലേ, പ്രായപൂർത്തിയാകാത്ത യത്തീമാണ്. അപ്പോൾ അവരെ പരിചരിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആരുടെ പണിയാണ്? ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ പണിയാണ്. സ്വാഭാവികമായിട്ട് ഇവർക്ക് സമ്പത്തുണ്ട്. യത്തീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയ പണക്കാരൻ്റെ മോനാണ് നേരിക്ക, പണക്കാരനായൊരു വ്യക്തിയാണ്. അയാൾ മരിച്ചാലും കുട്ടിക്ക് എന്താ പറയുക, യത്തീം എന്താ പറയുക. അപ്പോൾ കുറേ സ്വത്തുണ്ടാവും. ആ സ്വത്ത് എങ്ങനെ ചെലവഴിക്കണം, അതിനോട് എന്ത് സമീപനം നടത്തേണ്ടതുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ ധാരാളമായി വിശദീകരിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, യത്തീമിനെ ഇത്രയധികം പരിഗണിച്ചൊരു മതം ലോകത്ത് വേറെ ഉണ്ടാവില്ല, ഇസ്ലാം അല്ലാതെ. അല്ലെങ്കിൽ യത്തീം എന്താണെന്ന് സമൂഹത്തെ പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഇവിടെ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്. അതല്ല തഹ്ഖീർ, നീ നിന്ദിക്കരുത്.
മോശമാക്കരുത്, ചെറുതാക്കരുത്. അവൻ്റെ സമ്പത്ത് കീഴ്പ്പെടുത്തി വെക്കുകയും മാനസികമായി പ്രയാസപ്പെടുത്തുകയും ചെയ്യരുത്. യത്തീമിനോടുള്ള സമീപനം വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നോക്കുക, നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആയത്ത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. 107 അധ്യായം സൂറത്ത് മാഊൻ. സൂറത്ത് മാഊനിൽ ആദ്യം തന്നെ പറഞ്ഞ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ? ദീനിനെ കളവാക്കുന്നവരാരെന്ന് മനസ്സിലാക്കിട്ടോ. അതിൽ ഒന്നാമത് പറഞ്ഞ ഫദാലികല്ലദീ യദ്ഉൽ യതീം, അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ അത്. അപ്പൊ അനാഥയോടുള്ള സമീപനം എങ്ങനെയാകണം എന്നത് വളരെ കൃത്യമാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിൽ കാണാൻ പറ്റും. അനാഥകളോടുള്ള സമീപനം, യത്തീമിനോടുള്ള സമീപനം. യത്തീമക്കളുടെ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. യത്തീം ഖാന, അല്ലേ? യത്തീം ഖാന. ശരിക്ക് ഈ യത്തീം ഖാനകൾ പോലും നിലനിൽക്കുന്നത് ഈ ഒരു പേരിലാണ്. അതല്ലാതെ വീടുകളിൽ യത്തീം മക്കളെ സംരക്ഷിക്കുന്നവരുണ്ട്. നല്ല ആത്മാർത്ഥമായി സത്യസന്ധമായി അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി എല്ലാ മുഅ്മിനീങ്ങളോടും മുസ്ലിങ്ങളോടും കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യത്തീമിനോടുള്ള സമീപനം എന്താകണം? ഒരു നിലക്കവർക്ക് മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ ആയ പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. നോക്കൂ, നിങ്ങളുടെ 6 അധ്യായം സൂറത്ത് മാഇദ 152 ആയത്ത് നിങ്ങൾ എഴുതി വെച്ചോളൂ. രണ്ടാമത്തത് 2 അധ്യായം സൂറത്ത് ബഖറ 220 ആയത്ത്. മൂന്നാമത് 4 അധ്യായം സൂറത്ത് നിസാഇന്റെ 2 ആയത്ത്. അതേ സൂറത്ത് നിസായിലെ തന്നെ 10 ആയത്ത്. അതൊരു ഭാഗം ഇങ്ങനെ ഒന്നിച്ച് പറഞ്ഞു തരാണ്. ഇതിൽ കാണാ, സൂറത്ത് അൻആമിൽ കാണാ, വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദഹ്. ഏറ്റവും ഉത്തമമായ മാർഗത്തിലൂടെ അല്ലാതെ നിങ്ങൾ അനാഥയുടെ സ്വത്തിനെ സമീപിച്ചു പോകരുത്. എന്നിട്ടോ വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത് لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون. അവന് കാര്യപ്രാപ്തി എത്തുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ്റെ ആ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കണം. നിങ്ങൾ നീതിപൂർവം അളവും തൂക്കവും തികച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയണം, ഒരാളും അയാളുടെ കഴിവിലുപരിയായി നാം ബാധ്യത ചുമത്തൂല എന്നുള്ള പറയാം. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതി പാലിക്കണം, അതൊരു ബന്ധുവിൻ്റെ കാര്യത്തിലായിരുന്നാൽ പോലും എന്നിങ്ങനെ പറഞ്ഞിട്ട് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞ വാക്കെന്താ? ഏറ്റവും ഉത്തമമായ ഹലാലും തൊയ്യബുമായ മാർഗത്തിലൂടെ അല്ലാതെ അനാഥയുടെ സ്വത്തിനെ സമീപിക്കാൻ പാടില്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ സ്വത്തിനോടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം എന്നാണ്. രണ്ടാമത്തത്, ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ആയത്തോണ്ടൊക്കെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്? കാരണം നമ്മുടെ കുടുംബത്തിലൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഖുർആനിലെ നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുള്ളതല്ലേ. നോക്കൂ, സൂറത്ത് ബഖറയുടെ 200-ൽ ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ. 220 ആയത്ത്. സോറി. ഫി ദുനിയ വൽ ആഖിറ വയസ്അലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹു ലഹും ഖൈർ വഇൻ തുഖാലിതുഹും ഫഇഖ്വാനുകും വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ് വലൗ ശാഅ അല്ലാഹു ലഅഗ്നതകും ഇന്നല്ലാഹ അസീസുൻ ഹകീം. അനാഥകളെ പറ്റിയും അവർ നബിയെ താങ്കളോട് ചോദിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ കാണാം യസ്അലൂനക 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 എന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പെട്ടൊരു ചോദ്യമാണ്. അനാഥകളെ പറ്റി, യതീമിനെ പറ്റിയും അവർ താങ്കളോട് ചോദിക്കുന്നു. പറയുക, അവർക്ക് നന്മ വരുത്തുന്നതെന്തും നല്ലതാകുന്നു. അവരോടൊപ്പം നിങ്ങൾ കൂട്ടുജീവിതം നയിക്കുകയാണെങ്കിൽ, കൂടിക്കുഴഞ്ഞ് ഒരു തറവാട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. കാരണം അവർ നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ. അപ്പോൾ എങ്ങനെ ജീവിച്ചാലും നമ്മൾ അവരോടുള്ള സമീപനം എന്തായിരിക്കണം? ഏറ്റവും നല്ലതായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ നന്മ വരുത്തണം. ഒരിക്കലും എന്ത് ചെയ്യരുത്? ലാ തഹ്ഖിർ, നിന്ദിക്കരുത്. അതുപോലെ അവരുടെ സമ്പത്തിനെ ഒരിക്കലും കീഴ്പ്പെടുത്തി വെക്കരുത്. ത്വയ്യിബ്. ഇനി സൂറത്തു നിസാഇന്റെ 2 ആയത്ത് എന്താ? വആതുൽ യതാമ അംവാലഹും വലാ തതബദ്ദലുൽ ഖബീഥ ബിത്ത്വയ്യിബ് വലാ തഅകുലു അംവാലഹും ഇലാ അംവാലിക്കും. ഇതാണ് ശരിക്ക്. ഇന്നഹു കാന ഹൂബൻ കബീറ.
അനാഥകൾക്ക് അവരുടെ സ്വത്തുക്കൾ നിങ്ങൾ വിട്ടുകൊടുക്കുക. നല്ലതിന് പകരം ദുഷിച്ചത് നിങ്ങൾ മാറ്റിയെടുക്കരുത്. നിങ്ങളുടെ ധനത്തോട് കൂട്ടിച്ചേർത്ത് അവരുടെ ധനം നിങ്ങൾ തിന്നു കളയരുത്. എത്രത്തോളം മര്യാദ! ഇതിൽ ഇനി എന്താ പഠിപ്പിക്കാള്? അങ്ങനെ യതീമിനെ പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതങ്ങനെ തന്നെ ജീവിതത്തിൽ കാണിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, എന്നിട്ട് ഇതിൻ്റെ അവസാനം അങ്ങനെ പോകുന്നത് ഫുള്ള് യതീങ്ങളെ സംബന്ധിച്ചാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിപ്പിക്കണം. അങ്ങനെ 10-ാമത്തെ ആയത്തിലെത്തുമ്പോൾ കാണാം, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ളുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറാ. തീർച്ചയായും അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് തീ മാത്രമാകുന്നു എന്നാണ്. ഒന്നാലോചിക്കുക, അനാഥ കുട്ടികളെ സ്വത്ത് തിന്നുന്നവരെ കുറിച്ച് പറയാം, അന്യായമായത് ഉപയോഗിക്കുന്നവരെ കുറിച്ച് പറയണത് അവർ തിന്നുന്നത് തീ മാത്രമാണ്, പിന്നീട് അവർ നരകത്തിൽ കത്തിയെരിയുന്നതുമാണ്. ഈ ആയത്തിൽ എന്താ ഉള്ളത്? എന്നിരിക്കെ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, താങ്കൾ അനാഥയെ കീഴടക്കി വെക്കരുത്. നോക്കൂ നിങ്ങൾ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ അനാഥകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം നമുക്കറിയാം. എന്താണ് ഹദീസ്? സഹൽ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 5304 നമ്പർ ഉദ്ധരിക്കുന്നു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ. ഈ ഹദീസ് നമുക്ക് ഹിഫ്ളുണ്ടാവും. എന്താണ്? അനാഥ സംരക്ഷകനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. എന്നിട്ട് വഅശാറ ബിസ്സബാബത്തിൽ വുസ്ത വഫറജ ബൈനഹുമാ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടുവിരലും നടുവിരലും അല്പം വിടർത്തി ആംഗ്യം കാണിച്ചു. അനാഥനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കും. അതായത് എൻ്റെ സഹവാസം ആർക്കുണ്ടാകും? അവനുണ്ടാകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നബി അനാഥകളുടെ കാര്യത്തിൽ എത്രത്തോളം കണിശത പാലിച്ചിരുന്നു. ആ നബി അനാഥനായിരുന്നു. നബിക്ക് അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥകളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ഉമ്മത്തിനോട് ആവശ്യപ്പെട്ടു. വീണ്ടും കാണാം, കാഫിലുൽ യതീമി ലഹു ഔ ലിഗൈരിഹി അന വഹുവ കഹാതൈനി ഫിൽ ജന്ന. തൻ്റെയോ അന്യരുടെയോ അനാഥയെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. ഒന്നില്ലെങ്കിൽ അവനവൻ്റെ അനാഥ, അവനവൻ്റെ കുടുംബത്തിന് അനാഥരുണ്ടാവും, അല്ലെങ്കിൽ അന്യരുടെ അനാഥ, അവരെ സംരക്ഷിക്കുന്നവർ ഇപ്രകാരം. അതുകൊണ്ടാണ് ഈ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ എത്തിങ്ങാനുണ്ടാകുള്ള കാരണം എന്താ? അതുകൊണ്ട് ആരൊക്കെ ജീവിച്ചു, ആരൊക്കെ മുക്കി, ആരൊക്കെ തോന്നിയാസം കാട്ടി എന്നതൊക്കെ മറ്റൊരു വിഷയം. അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് ഓല റബ്ബുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അല്ലേ? പക്ഷേ എന്തായാലും ഈ ഒരു മാനസികാവസ്ഥ, എത്തി മക്കളെ സംരക്ഷിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിലുള്ളതാണ്. ഇന്നും നോക്കി നിങ്ങൾ, എത്തിൻകുട്ടി എന്ന് പറഞ്ഞാൽ അല്ലേ ഒരു പ്രത്യേക വികാരം നമുക്ക്. എന്നിട്ടോ വഅശാറ അർറാവി വഹുവ മാലിക് ബിൻ അനസ് ബിസ്സബാബത്തിൽ വുസ്ത. നിവേദകനായ മാലിക് ബിൻ അനസ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്, അദ്ദേഹം തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് ആംഗ്യം കാണിച്ചു സ്വഹീഹു മുസ്ലിമിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം യതീമിനോടുള്ള ബന്ധം പാലിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ തയ്യും. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. എന്നിരിക്കെ അനാഥയെ താങ്കൾ എന്ത് ചെയ്യരുത്? കീഴടക്കി വെക്കരുത്. വഅമ്മസ്സായില ഫലാ തൻഹർ. വഅമ്മസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടുകയും അരുത്, കയർക്കരുത് എന്നർത്ഥം. ഫലാ തൻഹർ. അപ്പൊ ചോദിച്ചു വരുന്നവനോട് എന്ത് ചെയ്യരുത്? കയർക്കരുത്. അത് വല്ലാത്തൊരു വിഷയമാണ്. ചോദിച്ചു വരുന്നവരോട് കയർക്കാതിരിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് നമുക്ക് പലപ്പോഴും അറിയാം. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരാളിപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ യാചകനായി വന്നു, ഫാഹിമുൽ കലാം മനസ്സിലാവണ്ട. അപ്പോൾ അയാളോട് എന്താ പറയുക? നല്ലത് പറയുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക ആദ്യം, ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നല്ലത് പറയാം. ഇതന്നെ പണി, അപ്പം നോക്കിയാൽ തെണ്ടി തിരിഞ്ഞ് നടക്കരുത്, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ ഒക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാരാണ് അങ്ങനെ. കൊടുക്കൂല, വലിയ പഞ്ചായത്ത് വർത്തമാനം പറയാൻ നടക്കുള്ളൂ.
അങ്ങനെ നമ്മൾ ചെയ്യരുത്. ഉണ്ടെങ്കിൽ നൽകുക, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയാം. എൻ്റെ അടുത്തൊന്നുമില്ല, നിങ്ങൾ പിന്നെ വരുന്നോ, എന്തെങ്കിലുമൊക്കെ പറയാം. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും. അതെങ്ങനെയാണെന്ന് പോലും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ട് തഫ്സീറുകൾ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് എങ്ങനെയൊക്കെ പെരുമാറുന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കൂ. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം. കാരണം എന്താ? കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആനാണ് നബിയുടെ സ്വഭാവം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാം, മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഖത്തു ഫഖാല ലാ. എന്താണ്? റസൂലിനോട് വല്ലതും ചോദിച്ചാൽ ഒരിക്കലും അവിടുന്ന് ഇല്ല എന്ന് പറഞ്ഞിരുന്നില്ല. അല്ലാഹു അക്ബർ. നബിന്റെ അടുത്ത് വന്നിട്ട് ആരെന്ത് ചോദിച്ചാലും നബി എൻ്റെ അടുത്ത് അതില്ല എന്ന് നബി പറയൂല. അതിനുള്ള സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുക്കും. അത്രത്തോളം ധർമ്മിഷ്ഠനും ചോദിച്ചു വരുന്നവനെ പരിഗണിക്കുന്നവനുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ യത്തീമിന്റെ കൂടെ പറഞ്ഞ ഒരു വിഭാഗം കൂടി ഉണ്ട് അല്ലേ? മിസ്കീൻ, ഫക്കീർ, നമ്മൾ പഠിച്ചിട്ടില്ലേ? അധികം വരുന്നവർ അവരായിരിക്കുമല്ലോ, ചോദിച്ചു വരുന്നവർ അവരായിരിക്കും. അതുപോലെ നമ്മൾ പറയുന്നത് സാധുക്കൾ എന്ന് പറയുമല്ലോ, ഈ വിഭാഗത്തോടുള്ള പരിഗണന. മുസ്അബ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം, റഅ സഅദ് അന്ന ലഹു ഫളൻ അലാ മൻ ദൂനഹു ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫായിക്കും. സഅദ് ബിൻ അബി വഖാസിൽ നിന്നുള്ള റിവായത്താണ്. അദ്ദേഹം പറയാണ്, എനിക്ക് മറ്റുള്ളവരെക്കാൾ മഹത്വമുണ്ടെന്ന് സഅദ് വിചാരിച്ചു. സ്വാഭാവികമാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, സഹാബികളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട ആളാണ്, വലിയ മഹത്വമുള്ള ആളാണ് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫായിക്കും. നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതും ഭക്ഷണം ലഭിക്കുന്നതും നിങ്ങളിലുള്ള ദുർബലർ നിമിത്തമല്ലേ? ഇത് നമ്മൾ ശരിക്കും അടിവരേണ്ട ഒരു പോയിന്റാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 2897 നമ്പർ ഹദീസായി പറയാം, ഈ സമൂഹത്തിൽ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നതും സഹായം ലഭിക്കുന്നതിനുമുള്ള കാരണം, സബബ് എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ ളുഅഫാക്കളുണ്ട് എന്നുള്ളതാണ്, പാവങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരോട് കവള് തിരിക്കരുത്, അവരോട് കയർക്കരുത്, അവരോട് മോശമായി പെരുമാറരുത് എന്ന് പഠിപ്പിക്കുന്നത്. ഈ പാവങ്ങളില്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവില്ല. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും ആളുകൾ ആലോചിക്കാതെ പോയൊരു കാര്യമാണ് അതൊക്കെ. അവന് കിട്ടുന്ന സമ്പത്ത് കൊണ്ടോ അവൻ്റെ സൗകര്യത്തിലോ അവൻ മറന്നുപോയതാണ്. അള്ളാഹു നമുക്ക് ആ ബോധം സദാ നിലനിർത്തി തരുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ വീണ്ടും കാണാം അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് وعن أبي الدرداء عويمر رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول, നബി പറയുന്നത്, റസൂൽ പറയുന്നത് കേട്ടു, ഉബ്ഊനി അദ്ദുഅഫാഹ ഉബ്ഊനി അദ്ദുഅഫാഹ ഫഇന്നമാ തുൻസറൂൻ വതുർസഖൂന ബിളുഅഫായിക്കും. എനിക്ക് വേണ്ടി നിങ്ങൾ അബലരെ, ദുർബലരെ അന്വേഷിച്ച് പിടിക്കണം എന്നാണ് നബി പറയും. എനിക്ക് വേണ്ടി നിങ്ങൾ ദുർബലരെ കണ്ടെത്തണം. എന്നിട്ടോ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതും നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പാവങ്ങൾ നിമിത്തമാണ്. ഈ ദുർബലരിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സഹായം കിട്ടുന്നതും നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദിൽ 2594 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇനി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നേരത്തെ പറഞ്ഞല്ലോ, നബിനോട് എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയില്ല. എത്ര ഹദീത്തുകളെ കാണുന്ന നിങ്ങൾ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമിലും കാണാം, അൻഫിഖ് അല്ലെങ്കിൽ ഇൻഫിഖ് യബ്ന ആദം യുൻഫഖ അലൈഹ്. ആദമിന്റെ പുത്ര, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അള്ളാഹിന്റെ ഖുദ്സിയ ഹദീസാണ്, ആദമിന്റെ പുത്ര നീ ചെലവഴിക്കുക, എന്നാൽ നിനക്കും ചെലവ് ചെയ്യപ്പെടുന്നതാണ്. ഒരിക്കൽ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ. നമ്മുടെ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് ഇവിടെ വായിച്ചിട്ടുണ്ട്. അയ്യുൽ ഇസ്ലാമി ഖൈർ ഖാല ഉത്ഇമു തആം വതഖറഉ സലാം അലാ മൻ അറഫ്ത വമൻ ലം യഅരിഫ് വമൻ ലം തഅരിഫ്. ഇസ്ലാമിൽ പുണ്യകരമായ കാര്യം ഏതാണ്, ദീനിൽ പുണ്യമുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണം നൽകുക, പരിചിതരോടും അപരിചിതരോടും സലാം പറയുക. നോക്കൂ നിങ്ങൾ, അവിടെ അങ്ങനെ കാണാം.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിൻ്റെ പേരിൽ വല്ലതും ചോദിച്ചാൽ അവിടുന്ന് നൽകാതിരുന്നിട്ടില്ല. അള്ളാഹിൻ്റെ പേരിൽ ചോദിക്കണു അല്ല ദീനിൻ്റെ പേരിൽ ചോദിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? നൽകണം. അത് വലിയ കാര്യമാണ്. അതിൻ്റെ മസാല വേറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് അത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്കത് വിശദീകരിക്കാം. അങ്ങനെ ചോദിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണെന്നൊക്കെ. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അദ്ദേഹത്തിന് 2 പർവ്വതങ്ങൾക്കിടയിലുള്ള അത്രയും ആടുകളെ നബി സമ്മാനിച്ചു എന്നാണ്. നബിൻ്റെ അടുത്ത് നടന്ന അത്രയും നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ഒനീമത്ത് സ്വത്തുണ്ടാകും, സ്വതക്ക കിട്ടുന്ന ഹദിയായിട്ട് കിട്ടുന്നത് ഉണ്ടാവും. സ്വതക്കയും സക്കാത്ത് നബിക്ക് പറ്റൂല, സ്വീകരിക്കാൻ പാടില്ല. ഹദിയായിട്ട് കിട്ടുന്നതുണ്ടാവും. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകി. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഖൗമിലേക്ക് ചെന്നു, തൻ്റെ ജനതയിലേക്ക് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി അസ്ലിമൂ, ഓ ജനങ്ങൾ നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കോളി. ഫഇന്ന മുഹമ്മദൻ, ശരിക്കും ശ്രദ്ധിക്കണേ, യുഅതി അതാഅൻ മൻ ലാ യഖ്ശൽ ഫഖറ വഇൻ കാന റജുലു ലയുസ്ലിമു മാ യുരീദു ഇല്ല ദുനിയാ ഫമാ യൽബസു ഇല്ല യസീറൻ ഹത്താ യകൂന അൽ-ഇസ്ലാമു അഹബ്ബു ഇലൈഹി മിന ദുനിയാ വമാ അലൈഹാ. ജനങ്ങളെ നിങ്ങൾ മുസ്ലിമാവുക, ഇസ്ലാം സ്വീകരിക്കുക. നിശ്ചയമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നത്, മുഹമ്മദ് ദാരിദ്ര്യം ഭയപ്പെടാത്തവനെ പോലെ ഉദാരമായി ദാനം ചെയ്യുന്നുണ്ട്. നിലവിനെ കാണുന്നത് ഇപ്രകാരം ചിലർ ദുനിയാവിലെ ലാഭം മാത്രം ഉദ്ദേശിച്ച് എന്ത് ചെയ്തിരുന്നു? ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു എന്നാ. ദുനിയാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. ഇന്നുമില്ല അങ്ങനത്തെ ആൾക്കാർ ഉണ്ട്, അള്ളാഹു കാക്കട്ടെ. എന്നാൽ അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ച് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരുണ്ട്. നമ്മൾ ഈ സദസ്സിൽ തന്നെ ഉണ്ട്. അള്ളാഹു അവർക്ക് ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, പിന്നീട് അല്പം കഴിയുമ്പോഴേക്ക് ദുനിയാവിനേക്കാളും ഐഹിക വിഭവങ്ങളെക്കാളും ഇസ്ലാം അവർക്ക് പ്രിയങ്കരമായി അനുഭവപ്പെടും. സക്കാത്തിൻ്റെ 8 അവകാശികളുടെ കൂട്ടത്തിൽ ഒരു അവകാശി ആരാ? മുഅല്ലഫത്തുൽ ഖുലൂബാണ് അല്ലേ? ഇസ്ലാമിനോട് ഇണക്കുണ്ടാവും. എന്തിനത്? അവർ പിന്നീട് ഇസ്ലാമിൻ്റെ അഹ്ലുകാരാവും. ഇവിടെ അങ്ങനെ തന്നെ പറയണത്. സ്വഹീഹ് മുസ്ലിം 2311 നമ്പർ ഹദീസ്. ഒരു ഹദീത്തോട് വായിച്ചാൽ ഭാഗം ഒഴിവാക്കാൻ. ഇന്നഹും ഖയ്യറൂനി അൻ യസ്അലൂനി ബിൽ ഫുഹ്ശ് ഔ യുബഖിലൂനി വലസ്തു ബിബാഖിലിൻ. ഇത് സംഭവം എന്താ വെച്ചാൽ, ഖസമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്മൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ധനം വീതിച്ച് നൽകി. യാ റസൂലല്ലാഹ് ലിഗൈരി ഹഉലാഇ കാനു അഹഖു ബിഹി മിൻഹും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ചോദിച്ചു, നബിയെ, ഇവരെക്കാളും മറ്റ് ചിലരായിരുന്നുവല്ലോ കൂടുതൽ അർഹർ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർ ചോദിച്ച് പ്രയാസപ്പെടുത്തുമ്പോൾ ഞാൻ അവർക്ക് എന്ത് ചെയ്യും? കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിലോ അവർ എന്നെ ലുബ്ധനായി പിശുക്കനായി മുദ്ര കുത്തും. ഞാനാകട്ടെ പിശുക്കനുമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സ്വഹീഹ് മുസ്ലിം 1056 നമ്പർ ഹദീസ്. ഞാൻ ഇത്രയും വായിച്ചെന്തെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ നിങ്ങൾ, വഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ താങ്കൾ എന്ത് ചെയ്യരുത്? വിരട്ടി വിടരുത് എന്ന് പറഞ്ഞാൽ, നബി ഒരിക്കലും ചോദിച്ചു വരുന്നവൻ എന്ത് ചെയ്തിട്ടില്ല? വിരട്ടി വിട്ടിട്ടില്ല. അവരോടുള്ള സമീപനം എന്താകണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കാം. അവസാനത്തെ ആയത്ത് എന്താ? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ റബ്ബിന്റെ നിഅമത്തിനെ കുറിച്ച്, വഅമ്മാ ബിനിഅമതി റബ്ബിക, നിന്റെ റബ്ബിന്റെ നിഅമത്തിനെ കുറിച്ച് ഫഹദ്ദിസ്, നീ എന്ത് ചെയ്യണം? വർത്തമാനം പറയുകയും ചെയ്യാൻ സംസാരിക്കണം. താങ്കൾക്ക് അള്ളാഹു നൽകിയ നിഅമത്തിനെ പറ്റി താങ്കൾ സംസാരിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു വിഷയം കൂടിയാണ്. പക്ഷെ ഞാനതിപ്പോൾ അത്ര വിശാലമായിട്ട് പറയണില്ല, വളരെ ചുരുക്കിയിട്ട് പറയാ കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അള്ളാഹ് പറയാണ്, താങ്കൾക്ക് താങ്കളുടെ റബ്ബ് നൽകിയ നിഅമത്തിനെ പറ്റി താങ്കൾ പറയാം. ഇത് പൊതുവായ ഒരു സംഗതി കൂടിയാണ്. നമുക്ക് കിട്ടുന്ന നിഅമത്തിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. പക്ഷെ എന്തിനായിരിക്കണം? അഹങ്കാരത്തിനും ഫഖറിനൊന്നും വേണ്ടിയാകരുത്. പിന്നെ അള്ളാഹുവിലുള്ള ഭയവും അവനോടുള്ള നന്ദി കാണിക്കലും. അൽഹംദുലില്ലാഹ്, അള്ളാഹു എനിക്ക് നല്ല വീട് തന്നു, നല്ല വാഹനങ്ങൾ തന്നു, നല്ല ഇണകളെ തന്നു, നല്ല മക്കളെ തന്നു, നല്ല
അഹ്ലുകാരെ തന്നു അല്ലേ? നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അഹ്ലുകാരേതാ? അഹ്ലുസുന്നയാണ്. അതിൽ നല്ല അഹ്ലുകാരില്ലല്ലോ. നമ്മളല്ലാഹു ഹിസ്ബിയത്തില്ലാത്ത, കക്ഷിത്വങ്ങളില്ലാത്ത, കുശുമ്പില്ലാത്ത, ഒയില്, പക, വിദ്വേഷം മനസ്സിൽ അതില്ലാത്ത ഒരാൾക്കൂട്ടത്തെ നമുക്ക് തന്നു. അൽഹംദുലില്ലാഹ്. നമ്മള് നിഅമത്താണ്, എടുത്തു പറയണം. അത് എടുത്തു പറയൽ നല്ല കാര്യമാണ്. ആ നിഅമത്ത് പ്രകടിപ്പിക്കും വേണം. അള്ളാഹു നമുക്ക് നല്ല നിഅമത്ത് തന്നിരിക്കുക, അത് പ്രകടിപ്പിക്കാം. എന്നാൽ വിനയം കാണിക്കുന്നവന് ഖൈറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പലപ്പോഴും ഹദീത്തുകളൊക്കെ. ഈ ആയത്ത് കൊണ്ട് വിവരിക്കുന്നത് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ ആ ഭാഗം ഒഴിവാക്കാണ്. ഖാല മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി യഅനി അൻ-നുബുവ്വ. നബിയെ, താങ്കൾക്ക് അള്ളാഹു നൽകിയ നിഅമത്തിനെ കുറിച്ച് താങ്കൾ വർത്തമാനം പറയണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നുബൂവത്തിനെ സംബന്ധിച്ചാണ് എന്ന് ഒരു തഫ്സീർ കാണാം. മറ്റൊരു തഫ്സീർ വഖാല ലൈസു അൻ മുജാഹിദിൻ റഹ്മഹുല്ലാഹി അലൈഹി റഹ്മത്തുള്ളാഹി അലൈഹി യഅനി അൽ ഖുർആൻ, ഖുർആനെ സംബന്ധിച്ചാണ് എന്ന് കാണാം. മൂന്നാമത്തെ ഒരു തഫ്സീർ റബ്ബ് നൽകുന്ന പൊതുവായ നന്മകൾ. റബ്ബ് നൽകുന്ന പൊതുവായ നന്മകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വീട്, ഇണ, വാഹനം, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ആരോഗ്യം, നല്ല വെള്ളം, നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല കാറ്റ്, നല്ല വെയിൽ, അല്ലേ? എല്ലാ സൗകര്യവും അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ആ നിഅമത്തുകൾ മുഴുവനും നിലനിർത്തി തരുമാറാകട്ടെ. അതിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. ഇത് മൂന്നും ഇവിടെ ഉദ്ദേശിക്കുന്നു എന്നാണ്. അള്ളാഹു തആല ആലം. കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ്. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഇവിടെ ഈ നിഅമത്തുകളെ എടുത്തു പറയുക എന്നത് നമ്മോട് കൽപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദിസ്, നിന്റെ റബ്ബിന്റെ നിഅമത്തിനെ കുറിച്ച് താങ്കൾ വർത്തമാനം പറയുകയും ചെയ്യുക. തയ്യം മുഫസ്സിറുകൾ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വിശദീകരിക്കണില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ നാം ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് ഈ അവസാനത്തെ 3 ആയത്തിൽ യതീമിനോടുള്ള സമീപനം, അതുപോലെ ചോദിച്ചു വരുന്നവരുള്ള സമീപനം, നമുക്ക് കിട്ടിയ നിഅമത്തിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ സമീപനങ്ങൾ. നോക്കൂ നിങ്ങൾ, നമുക്ക് കിട്ടിയ നിഅമത്തുകൾ നമ്മൾ സമ്മതിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ഈ പല ദുആകളും, നമ്മൾ നിത്യജീവിതത്തിൽ പാലിക്കുന്ന പല ദുആകളുണ്ടല്ലോ, ആ ദുആകളിലൊക്കെ അതിങ്ങനെ കാണാൻ പറ്റും. നമുക്ക് കിട്ടിയ നിഅമത്തിന് നമ്മൾ അള്ളാഹുവിനോട് സമ്മതിക്കുന്നത്. അത് ഞാൻ ഒരെണ്ണം മാത്രങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. ഈ ദുആ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി ഹസനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിലും ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിലും ഉദ്ധരിച്ച ഹദീസാണ്. നമ്മൾ നിത്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന എങ്ങനെയെന്ന് നിങ്ങൾ, ഒരു ആപത്ത് ബാധിച്ചവനെ കണ്ടാൽ, ഉദാഹരണം പറഞ്ഞാൽ കൈയില്ലാത്ത ഒരാൾ, കണ്ണില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം ബാധിച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും നിഅമത്ത് കുറഞ്ഞ ഒരാളെ കണ്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ത്? അൽഹംദുലില്ലാഹില്ലദീ മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. നിന്നെ ബാധിച്ചതുപോലുള്ള വിപത്തിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് സൗഖ്യവും വിട്ടുവീഴ്ചയും രക്ഷയും നൽകുകയും സൃഷ്ടികളിൽ പല ആളുകളെക്കാളും എന്നെ ഉത്കൃഷ്ടനാക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അൽഹംദുലില്ലാ. എന്താ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഥനാണ്, അള്ളാഹിനെ സ്തുതിക്കാം, അല്ലേ? നമുക്ക് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ദുആകൾ കാണാം. അതുപോലെ അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വഖഫാന വആവാന വകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. രാത്രി കിടക്കുമ്പോഴൊരു ദുആണ്ട്, കുടിപ്പിച്ച, ഭക്ഷിപ്പിച്ച, അങ്ങനെ തുടങ്ങി ഓരോന്ന് പറഞ്ഞിട്ട് പറയാണ്, സ്വൈരമായ വാസസ്ഥലവും ഇതൊന്നും ഇല്ലാത്ത എത്ര ആളുകളുണ്ടെന്ന് സമ്മതിക്കണം അള്ളാഹിനോട്. അവിടെ സമ്മതിക്കുകയാണ്, നമ്മൾ തുറന്ന് നമ്മുടെ നിഅമത്തുകൾ സമ്മതിക്കാം. അപ്പം ഇത് ഈ പ്രകടിപ്പിക്കുക എന്നുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഫഖറിന് വേണ്ടിയോ കിബ്റിന് വേണ്ടിയോ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ നിഅമത്ത് നമ്മിൽ ഉണ്ടായതിൽ നാം അള്ളാഹിനെ സ്തുതിക്കണം. അത് അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിലുണ്ട്, ശരിയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിലും ഈ വിഷയം കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഓരോന്ന് പരിശോധിച്ചൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ സ്വയം നമുക്ക് കിട്ടിയ നിഅമത്തുകൾ അള്ളാഹിനോട് തുറന്ന് സമ്മതിക്കാം.
അത് ഒരു ഹൈറായ കാര്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ്, നമ്മൾ നിലനിർത്തേണ്ട കാര്യമാണ്. അതിലേറ്റവും ഹൈറെന്താ? ഇസ്ലാം കിട്ടി എന്നുള്ളത് തന്നെയാണ്, ഹിദായത്ത് കിട്ടി എന്നുള്ളത് തന്നെയാണ്, വലാലത്തിലേക്ക് പോകാതെ അള്ളാഹ് ഇപ്പോഴും നമ്മളെ കാത്തുരക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നിഅമത്ത്. അൽഹംദുലില്ലാഹ് അല്ലേ? അൽഹംദുലില്ലാഹി ലദീ ബിനിഅമതിഹി തത്തിമു സാലിഹാത്ത്. കാരണം അങ്ങനെ എത്ര ദുആകളുണ്ടെന്നറിയാം. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് എത്ര ചെറുതാണെങ്കിലും നാം അതിൽ അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കുകയും അത് ഒരു നിഅമത്താണ് എന്ന നിലക്ക് മറ്റുള്ളവർക്കൊരു പാഠമാകാനൊക്കെ നമ്മളത് എടുത്തു പറയുകയും ചെയ്യുന്നത് നല്ല കാര്യമാണ്. അള്ളാഹു ഈ നിഅമത്തുകൾ നമുക്ക് അള്ളാഹു വീണ്ടും നൽകുമാറാകട്ടെ. അള്ളാഹു നിഅമത്തിൽ നമുക്ക് ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമുക്കൊന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ബാറക്കല്ലാഹു ഫീക്കും. ഇതിലെന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ അർഹംനാ ബിൽ ഖുർആൻ, അല്ലാഹുമ്മ അർഹംനാ ബിൽ ഖുർആൻ, അല്ലാഹുമ്മ അർഹംനാ ബിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ, ഈ പഠനത്തെ ഒക്കെ അല്ലാഹു അവൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കാനുള്ള ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു ദീനിൽ ഇസ്തിഖാമത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലവും സ്വർഗ്ഗപൂന്തോപ്പുമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ ജോലിയിൽ, ജീവിതത്തിൽ, സമ്പത്തിൽ ഒക്കെ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും നാം നടത്തുന്ന ചെറുതാണെങ്കിലും നിർവഹിക്കുന്ന ദഅവത്തിലും അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുസ്ലിമൊക്കെ ഹിദായത്ത് നൽകുമാറാകട്ടെ, ഇസ്തിഖാമത്ത് നൽകുമാറാവട്ടെ. അഹ്ലുസുന്നത്തിന് പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഭയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മെ തടസ്സപ്പെടുത്തുന്ന ഈ രോഗത്തെ അള്ളാഹു എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുകയും സമാധാനവും സ്വസ്ഥതയും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കേണ്ട തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.